search of tiger. Oh shit! അവിടെ ഒരു ലെപ്പേർഡ് ഉണ്ട്. ഈ കാണുന്ന ഹട്ടിൻ്റെ പേരാണ് മൈന, അതിൻ്റെ പേരാണ് ബാബ്ലർ. അതുപോലെ തന്നെ 8 ഹട്ടുണ്ട്. 8 ഹട്ടിനും 8 പേരായിരിക്കും. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയ വീഡിയോയിലെ സ്വാഗതം. മലയാളത്തില്. അപ്പോൾ എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ കൊടും കാട്ടിനുള്ളിലാണ്. കണ്ടില്ലേ, ഒരു മൊത്തം വലിയൊരു പോണ്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കെ ഗുഡി വൈൽഡർനെസ് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിലാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിൽ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 3ാമത്തെ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ടാണ്. അപ്പോൾ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കർണാടകയിലെ എല്ലാ വൈൽഡ് ലൈഫ് സാഞ്ചുറീസും കാവേരി റിവർ കണക്ട് ചെയ്യുന്ന സാഞ്ചുറീസിൻ്റെ അവിടെയായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ഫേമസ് റിസോർട്ടാണ് കെ ഗുഡി വൈൽഡർനെസ് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്. അപ്പോൾ ഞങ്ങളിവിടെ 2 ദിവസത്തേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ എന്ത് കിട് വ്യൂ ആണെന്ന്. ഒത്തിരി മാനുണ്ട് ഈ റിസോർട്ടിൻ്റെ അടുത്തായിട്ട്. മാന്, മയില്, അതുമല്ല ഞങ്ങൾ സ്പോട്ടഡ് ഡിയറിനെ ഒത്തിരി കണ്ടു. കുരങ്ങന്മാര്, ലങ്കൂർ, ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിൽ പരമാവധി ശ്രമിക്കാം ഇവിടുത്തെ വിഷ്വൽസ് എല്ലാം കാണിക്കാനായിട്ട് നിങ്ങളെ. അതുമല്ല ഇവിടുത്തെ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാനായിട്ടും. ബാംഗ്ലൂരിൽ നിന്ന് ഓൾമോസ്റ്റ് 200 കിലോമീറ്റർ ഉണ്ട് ഇവിടം വരെ എത്താനായിട്ട്. വളരെ ഈസിയാണ്. ഗൂഗിൾ മാപ്പിൽ കെ ഗുഡി വൈൽഡർനെസ് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ടിനിട്ട ഈസി ആയിട്ട് ഇവിടം വരെ നട വരെ കൊണ്ടെത്തും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് ആണ്. അത്ര വലിയ കോസ്റ്റും ഇല്ല. അപ്പോൾ നിങ്ങൾ അഗോഡയിൽ നോക്കി കഴിഞ്ഞാൽ പ്രോപ്പർ കോസ്റ്റിംഗ് ഇതിൻ്റെ അറിയാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ഇവിടുത്തെ വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഈവനിങ് സഫാരി ഉണ്ട്. 3:45 ഇവിടെ തിരിക്കും. ഓൾമോസ്റ്റ് 3 മണിക്കൂറോളം സഫാരി ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സഫാരി വണ്ടി. സഫാരി വണ്ടി റെഡിയായി. ഇപ്പോൾ 3:30 അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് അകത്ത് കയറാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈവനിങ് സഫാരിക്കായിട്ട് വണ്ടിക്കകത്ത് കയറി. ഈ കാണുന്ന റിസപ്ഷൻ്റെ മുന്നിൽ തന്നെയാണ് സഫാരിക്കായിട്ട് പോകുന്നത്. तो जिन लोगों को सफारी का क्रेज है और जंगल के अंदर जाने के लिए बार बार मन करता है तो के गुड़ी आइए. यहाँ पे हर बात पे आपको सफारी लेके जाएंगे. മൊത്തം BR ഹിൽസിൽ ഏകദേശം 64 ടൈഗേഴ്സ് ഉണ്ട്. അതിൽ 4 or 5 ടൈഗർ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നോക്കാം ഇവിടെ കാണാൻ കിട്ടുമോയെന്ന്. ഈ സഫാരിക്ക് ഞങ്ങളുടെ വണ്ടിയാണ് ആദ്യത്തെ വണ്ടി. അപ്പോൾ നോക്കാൻ മനസ്സിലായി പറഞ്ഞത് ഒത്തിരി അനിമൽസിനെ കാണാൻ പറ്റും. സിൻസ് ഞങ്ങളുടെ വണ്ടി ആദ്യത്തെ വണ്ടി ആയതുകൊണ്ട്. അതുപോലെ ഒത്തിരി ഫോറസ്റ്റ് ഓഫീഷ്യൽസും ഇന്ന് പോയിട്ടില്ല ഇതുവഴി. അപ്പോൾ അനിമൽ സ്പോട്ടിന് വളരെ ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അവിടെ 2 സാമ്പാർ ഡിയറുണ്ട്. അനിമൽസിനെ ഒന്ന് സ്പോട്ട് ചെയ്തില്ലെങ്കിലും ഇതുപോലെ ജംഗലിനകത്ത് വന്ന് ഈ വ്യൂ എൻജോയ് ചെയ്യാൻ ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. എന്ത് സൈലൻസ് അല്ലേ. ഞാൻ വളരെ ശബ്ദം കുറച്ച് സംസാരിക്കുന്നത്. Oh shit! China photo ले लो. दो photo ले लो. അവിടെ ഒരു ലെപ്പേർഡ് ഉണ്ട്. പോയർ मैंने फाइटिंग अच्छा है पप्पू? नहीं, क्योंकि मैं रोड तुमने फाइंड आउट किया?
3 മണിക്കൂർ തപ്പി നടന്നിട്ട് ഇപ്പോഴാണ് ലെപ്പേർഡിനെ കണ്ടത്. ആക്ച്വലി നല്ല വലിയ ലെപ്പേർഡായിരുന്നു. ടൈഗറിനെ പോലെയല്ല, ടൈഗർ കുറച്ച് സ്ലോ ആണ് മൂവ് ചെയ്യാനായിട്ട്. ലെപ്പേർഡിൽ ജസ്റ്റ് അടുത്തായിരുന്നു. അവരെ ജമ്പ് ചെയ്ത് വണ്ടിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാലും സൈറ്റിംഗ് കിട്ടി. സഫാരി കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ റിസോർട്ടിലെത്തി. ആൻഡ് ഇപ്പോൾ ടീ സ്നാക്സ് ആണ്. അതും അല്ലൊരു വൈൽഡ് ലൈഫ് മൂവിയോടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായി. രാവിലെ 6 മണി. 6:30 കെ ഗുഡിയിലെ സഫാരി. അതിന് മുമ്പ് റിസപ്ഷൻ അടുത്ത് ടീ സ്നാക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടീ സ്നാക്സ് കഴിച്ച് സഫാരിക്ക് പോവാം. അത് കണ്ടോ, മൊത്തം ഹണിബിയാണ് ലൈറ്റിൽ. ആൻഡ് ഇതാണ് സറൗണ്ടിങ്സ്. ഞങ്ങളിപ്പോൾ റിസപ്ഷനിലേക്ക് പോയായിരുന്നു. അപ്പോൾ കണ്ട കാഴ്ചയാണ് റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ മൊത്തം മാനാണ്. ഞങ്ങളെ കണ്ട് കുറച്ചുള്ളിലേക്ക് പോയി. പക്ഷേ ഈ ഒരു ആംബിയൻസിൽ എൻജോയ് ചെയ്ത് 2 ദിവസം നിൽക്കാൻ കിടു ഫീൽ തന്നെയാണ്. अभी सफारी शुरू नहीं हुआ है, ये रिजॉर्ट के अंदर का सीन है. ഞങ്ങളുടെ സഫാരി ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ തന്നെ ഇത്ര മാത്രം ഡിയറാണ്. ഇത് റിസോർട്ടിൻ്റെ അകത്ത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ കാട്ടിനുള്ളിലേക്ക് പോവാണ്. കുലുങ്ങി അവിടെ ആക്ച്വലി ആനയുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ഈ വഴി പോകാൻ പറ്റുന്നില്ല. ഇത് മൂവ് ആവുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തിയിട്ടിരിക്കുക വണ്ടി. ഞങ്ങളിപ്പോൾ ലെപ്പേർഡ് സോണിലാണ്. ലെപ്പേർഡിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പോവാണ്. അതാണ് ഗോൾഗർ. എല്ലാ JLRലും റെസ്റ്റോറൻറ്റ് പേര് ഗോൾഗർ എന്നാണ്. ഇതിന് ചുറ്റും ഒത്തിരി വൈൽഡ് ബോർ ഉണ്ടായിരുന്നു. ഇപ്പം നടന്ന് അങ്ങോട്ട് പോയി. അവിടെ മൊത്തം മങ്കികളാണ്. എന്തെങ്കിലും ആംബിയൻസ് അല്ലേ. ആ കാണുന്ന പൂച്ചയില്ലേ, നോർമൽ പൂച്ചയല്ല, അത് വൈൽഡ് പൂച്ചയാണ്. ഓൾമോസ്റ്റ് ലൈക്ക് 800 ക്യാറ്റ്സ് ഉണ്ട് ഇതുപോലത്തെ. ഇത് ഫാർമേഴ്സ് ഫ്രണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ. ഞങ്ങളിപ്പോൾ ഗോൾഗറിലാണ്. ഈ റെസ്റ്റോറൻറ്റ് പേരാണ് ഗോൾഗർ. ഇപ്പം കാണാൻ അതിൻ്റെ അടുത്തായിട്ടൊരു വൈൽഡ് ബോർ ഉണ്ട്. ഒന്നല്ല, ആക്ച്വലി 2-3 എണ്ണം ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കേക്കലിയപ്പാ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആൻഡ് അവിടെ ആയിട്ട് ഡിയറുണ്ട്. അടുത്തായിട്ടൊരു പിഗുണ്ട്. പിഗല്ല, വൈൽഡ് ബോർ. ഹലോ, മൈൻഡില്ല. അവിടെ മൊത്തം മാനാണ്. എന്തുമാത്രം മാനാണെന്നറിയോ. ഞാൻ ചെറുതായിട്ട് ഒച്ച വെച്ച് അപ്പം ഓടും. ഞാൻ ചെരുപ്പിടാതെയാണ് മുകളിലേക്ക് കയറി വന്നത് കാട്ടിനകത്തേക്ക്. പാമ്പ് കടിക്കുമോ എന്നറിയില്ല. കാരണം ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ശബ്ദത്തിൽ ഓടി ഒളിച്ച് കളയും. ഇത് കണ്ടില്ലേ, അവിടെ മൊത്തം മാനാണ്. ആൻഡ് ഇതാണ് ഹട്ട് ഹൗസ്. എന്തെടുത്തായിട്ടല്ലേ. ഞങ്ങൾ മുമ്പ് പോയ JLR പോലെയല്ല ഈ റിസോർട്ട്. കേഗുഡി JLR വൈൽഡർനെസ്സിൽ ഒരേ ഒരു ആക്ടിവിറ്റിയേ ഉള്ളൂ, അതായത് ജംഗിൾ സഫാരി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഒരു ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലത്തെ സഫാരിയും കിട്ടും, വൈകുന്നേരത്തെ സഫാരിയും കിട്ടും. പക്ഷേ ഞങ്ങൾ മുമ്പ് പോയ റിസോർട്ടിൽ ട്രെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ ഓപ്ഷൻ ഇല്ല.
അപ്പോൾ കെ ഗുഡിയെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക്, കെ ഗുഡിയുടെ ഫുൾ ഫോമാണ് ക്യാത്ത ദേവര ഗുഡി. കെ ഗുഡി ആക്ച്വലി BR ഹിൽസിൻ്റെ പാർട്ടാണ്. അപ്പോൾ BR ഹിൽസിലാണ് വെസ്റ്റേൺ ഗാട്ട്സും ഈസ്റ്റേൺ ഗാട്ട്സും മീറ്റ് ചെയ്യുന്നത്. BR ഹിൽസ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഒത്തിരി ആനിമൽസ് ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആണ് എലിഫൻറ്റ്, ഇന്ത്യൻ ഗോർ, ടൈഗർ, ലെപ്പേർഡ്. നമ്മൾ സഫാരിക്ക് പോയപ്പോൾ കണ്ടായിരുന്നു ലെപ്പേർഡിനെ. അതുകൂടാതെ ഓൾമോസ്റ്റ് 250 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ റിസോർട്ടിനകത്ത് 4 വെറൈറ്റിയിലെ റൂമുണ്ട്. അതിലൊന്നാണിത്. ഇതിൻ്റെ പേരാണ് ലോഗ് ഹൗസ്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ വരികയാണെങ്കിൽ ആ കോർണറിലുള്ള ലോഗ് ഹൗസ് എടുക്കണം. അതാകുമ്പോൾ അവിടുത്തെ വ്യൂ കിടുവാണ്. രാവിലെ നോക്കിയപ്പോൾ മൊത്തം മാനായിരുന്നു എൻ്റെ മുകളിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ട്. ഇതിൻ്റെ പേരാണ് നീൽഗിരി. പിന്നെ അവിടെയും ഉണ്ട്, അതിൻ്റെ പേര് ചാമുണ്ടി. ഞങ്ങളെടുത്തത് ഹട്ട് ഹൗസാണ്. അതായത് ഈ ഹട്ടിൻ്റെ ഫോർമേഷനിലിരിക്കും. അപ്പോൾ 1 2 3 4 5 6 ഹട്ട് ഹൗസ് ഉണ്ട്. ആ സൈഡിലായിട്ടാണ് ഗോൾഗർ വരുന്നത്. ആണ് കണ്ടില്ലേ, മുമ്പിൽ തന്നെ മൊത്തം കാടാണ്. ഞാൻ രാവിലെ ഇവിടെ മൊത്തം മാനായിരുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി ഞാൻ ഒരു ചെറിയ ശബ്ദത്തിൽ തന്നെ ഇവരെല്ലാം ഓടി കാട്ടിനകത്തേക്ക് പോകും. അപ്പോൾ ഈ റിസോർട്ടിന് പുറത്തുള്ള കുറച്ച് ഏരിയ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് പോകാം, കുറച്ച് കാട്ടിനുള്ളിലേക്ക്. അത് കഴിഞ്ഞുള്ള ഏരിയ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വന്നാലും അത് ശ്രദ്ധിക്കുക, കാട്ടിനുള്ളിലേക്ക് പോകാതിരിക്കാനായിട്ട്. കാരണം ഇവിടെ അനിമൽസ് ഒന്നും ഉണ്ടാവില്ല. ഡിയർ അല്ലെങ്കിൽ വൈൽഡ് ബോർ അങ്ങനെ കാണുള്ളൂ. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ലെപ്പേർഡിനെ കാണാൻ പറ്റും. അവിടെയാണ് റിസോർട്ട്. തൊട്ടടുത്തായിട്ടൊരു പോണ്ടുണ്ട്, വലിയൊരു പോണ്ടുണ്ട്. ആൻഡ് ആ സൈഡിൽ മൊത്തം ഇവിടുത്തെ സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ്. ഇവിടുന്ന് ആക്ച്വലി BR ഹിൽസ് തൊട്ടടുത്തായിട്ടാണ്. അപ്പം BR ഹിൽസിൽ പോകാനായിട്ടും ആളുകൾ ഇവിടെ വരും. അവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ആ ചെക്ക് പോയിന്റിൽ സൈൻ ചെയ്തിട്ട് വേണം BR ഹിൽസിലേക്ക് പോകാനായിട്ട്. അതുമല്ല ഇവിടെ വലിയൊരു ടെമ്പിളും ഉണ്ട്. ആ ടെമ്പിളും ഭയങ്കര ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അതുമല്ല അവിടെ ആയിട്ടൊരു പോസ്റ്റ് ഓഫീസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വരികയാണെങ്കിൽ വീട്ടിലേക്ക് ഒരു ലെറ്റർ അയക്കാം. मैंने फर्स्ट टाइम किसी रिजॉर्ट के अंदर वाइल्ड एनिमल्स देखा है. So spotted deer, wild boar, spotted deer, wild boar, ये सब कुछ and then langur भी, right? So ये सब कुछ रिजॉर्ट के अंदर ही मिलेगा आपको. ഈ റിസോർട്ടിനകത്ത് ഒരു ശിവ ടെമ്പിളും ഉണ്ട്. അതാണ് റിസോർട്ട്, ഇതാണ് ടെമ്പിൾ. അവിടെ മുഴുവൻ സഫാരി വേണ്ടിയിട്ടിരിക്കുക, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ അകത്തേക്ക് പോകാനുള്ള എൻട്രൻസ്. അതുവഴി ഇങ്ങനെ വന്ന് അകത്തേക്ക് കയറും. അപ്പോൾ നിങ്ങൾ കേഗുഡിയിൽ വരികയാണെങ്കിൽ ഇവിടെ 3 മണിക്കൂറായിരിക്കും ഓരോ സഫാരിയും. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്കായിരിക്കും പോകുന്നത്. അതുപോലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 4 മണിക്കായിരിക്കും പോകുന്നത്. അപ്പോൾ കുറച്ച് ടെമ്പറേച്ചർ ഡൗൺ ആവാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ സഫാരിക്ക് പോവുകയാണെങ്കിൽ കുറച്ച് വാം ക്ലോത്ത്സ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കണ്ടില്ലേ, ഞങ്ങൾ വാം ക്ലോത്ത്സ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസപ്ഷൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടാണ് പാർക്കിംഗ്. ഞങ്ങൾ അവിടെ ആയിട്ടാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. എവിടെയുണ്ട് ഞങ്ങളുടെ വണ്ടി. റിസപ്ഷനകത്ത് ഇതുപോലെ ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുമല്ല ഇവിടെ ഒത്തിരി ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഇൻഫർമേഷൻസ് ആണത്. അവിടെ കണ്ടില്ല, ഇവിടെയുള്ള സ്നേക്സിനെ പറ്റിയൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സ്നേക്സ് അറ്റ് റിസ്ക്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും, ഉറപ്പായിട്ടും കാണാൻ പറ്റും. റിസപ്ഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് എല്ലാ റൂംസും വരുന്നത്. ഇതെല്ലാം ഹട്ട്സാണ്, ഇതിനകത്തുള്ള ഹട്ട്സാണ്. എല്ലാ ഹട്ടിനും ഓരോരോ പേര് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഹട്ടിൻ്റെ പേരാണ് മൈന, അതിൻ്റെ പേരാണ് ബാബ്ലർ. അതുപോലെ തന്നെ 8 ഹട്ടുണ്ട്. 8 ഹട്ടിനും 8 പേരായിരിക്കും. ഇതാണ് ഇവിടുത്തെ ലോഗ് ഹട്ട്. ഇതിൻ്റെ പേരാണ് ചാമുണ്ടി. നമുക്കിതിൻ്റെ മുകളിലേക്കുള്ള വ്യൂ നോക്കാം. അത് മൊത്തം കാടാണ്. കൊള്ളാല്ലേ സംഭവം? എന്തല്ലേ, ഇതിനടിയിലൊക്കെ മാനായിരുന്നു രാത്രി ഞാൻ വന്നപ്പോഴത്തേക്കും. രാവിലെ ഞാൻ വന്നപ്പോഴത്തേക്കും. ഇവിടെ നിന്നുള്ള വ്യൂവും ആക്ച്വലി കിടുവാണ്. അപ്പോൾ ഞങ്ങളുടെ റൂം കാണണ്ടേ? ഇതാണ് ഞങ്ങളുടെ റൂം. കാട്ടിനുള്ളിൽ കൊട്ടാരം. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ബെഡുണ്ട്, അവിടെ ഒരു ടേബിളുണ്ട്, അവിടെ 2 ബുക്കുണ്ട്. ഓക്കെ, ഇത് നല്ലൊരു ഇൻഫർമേഷനാണ് കബിനിയെ പറ്റിയും നാഗർഹോളയെ പറ്റിയും. ഓക്കെ, ഇവിടെ ഒരു ടേബിളുണ്ട്, എക്സ്ട്രാ ബെഡിനുള്ള ഓപ്ഷനും ഉണ്ട്. ആൻഡ് ഇതാണ് ബാത്റൂം. ബെഡ്റൂമിനെക്കാളും വലിയ ബാത്റൂമാണ്, കണ്ടില്ലേ? ഇവിടെ ഒരു ചെറിയ പ്രൊവിഷനുണ്ട്. ഇതാണ് ബാത്റൂം. കാട്ടിനുള്ളിലാണ്, ഇതിനെ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പറായിട്ടുള്ള ടെൻ്റാണ്. അവിടെയായിട്ട് ഇന്ത്യൻ ലംഗൂസ് ഉണ്ട്. അവരൊന്ന് കാണാൻ പറ്റുമോ നോക്കാം. നോർമലി ജംഗിളിലൊക്കെ പോകുമ്പോഴത്തേ അവരെ കാണാനായിട്ട്
വണ്ടി നിർത്തി നോക്കി നിൽക്കാറുണ്ട്. ഇതിപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ തന്നെയാ. കണ്ടില്ലേ, എന്നെ കടിച്ച് കൊല്ലുമോ ഗൈസ്. കേക്കുടി വരുന്നതിന് മുമ്പ് ഞങ്ങളും വിചാരിച്ചില്ല കേക്കുടി ഇത്ര വണ്ടർഫുൾ ആണെന്ന്. അപ്പോൾ ഞങ്ങളുടെ കേക്കുടിയുടെ 2 ദിവസത്തെ വെക്കേഷൻ ഇന്ന് തീരുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു നല്ല വീഡിയോസും വിഷ്വൽസും എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ള അഭിപ്രായം പറയുക. അതുമല്ല സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾക്ക്, ബട്ട് ഞങ്ങൾക്ക് വലിയൊരു കാര്യമായിരിക്കും. ഇതുപോലെ നല്ല വീഡിയോസ് എടുത്ത് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് വലിയൊരു മോട്ടിവേഷൻ കിട്ടും ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള അടിപൊളി വിഷ്വൽസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.